എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉള്ളി കൃഷിയുടെ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉള്ളി പാകി നിർത്തിയേക്കണത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് മോശം ഉള്ളി ഉണ്ടല്ലോ, അത് പാകി നിർത്തിയായിരുന്നാണ്. നമുക്കിതുപോലെ ഒരു കുത്തി വെച്ചിട്ട് നമുക്കിത് പൊക്കിയെടുക്കാം. താമസിച്ച് പോയി, പിന്നെ വേരടിയിലോട്ടായി പോയി. വേരടിയിലോട്ടാവരുത്. നമ്മൾ നട്ട 3-ാം ദിവസം തന്നെ അതിൻ്റെ വേര് വന്ന് തുടങ്ങും, പതുക്കെ മുള വന്ന് തുടങ്ങും. ഇത് കണ്ടോ, ഇതുപോലെ പറിച്ച് വെച്ചേക്കണതാണ്. ഇതിന് പറിച്ചെടുക്കുക. ഇതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ വേണം നമുക്ക് പറിച്ചെടുക്കാനായിട്ട്. ഇത്ര വളരാൻ വേര് താഴേക്ക് പോകാൻ സമ്മതിക്കരുത്. സമ്മതിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടാം, ചിലപ്പോഴേ പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഉള്ളി വാങ്ങിക്കുമ്പോൾ അതിൽ തീരെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, മോശം ഉള്ളിയൊക്കെ, അതൊക്കെ പറിച്ചെടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കാം. മണലിനകത്ത് പാകുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ വേര് പറിച്ചെടുക്കാൻ പറ്റും, പൊട്ടാത്ത രീതിയിൽ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 3-4 ഒക്കെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് പൊക്കിയെടുക്കാം. ഇങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത മാസം ആകുമ്പോൾ പാകിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് കുറേ ഇതുപോലത്തെ ഉള്ളി കിട്ടി. അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയാണ്. അത് കാരണം ഞാനിതിനെ കൈയോടെ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലല്ലായിരുന്നു. ഞാൻ ഉള്ളി പാകിയപ്പോഴത്തേക്കും മഴയും വന്നു. ഉള്ളിയുടെ തൈകളെല്ലാം നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഉള്ളി നടാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയിട്ടേക്കണം കേട്ടോ. ആദ്യം കുമ്മായിട്ട് 10 ദിവസം ട്രീറ്റ് ചെയ്യാനിട്ടു. പിന്നെ അതിൽ മണലും മണ്ണും കൂടെയാണ്. പിന്നെ അതിനകത്ത് ഞാൻ ചാരം, പിന്നെ എല്ലുപൊടി, പിന്നെ ഞാൻ ഉണ്ടാക്കണ കമ്പോസ്റ്റ്, ഇത് പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ മിക്സാക്കിയിട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളി നട്ട് കൊടുക്കാം. നടുക്കൊരു വെണ്ടയുണ്ട് കേട്ടോ, കളയാതെയാണ് ഇതിനകത്ത് റെഡിയാക്കിയേക്കണം. ഇതുപോലെ ആട്ടിക്കൂടിൻ്റെ താഴത്തെ ഷീറ്റ്, നിലത്ത് വിരിക്കണ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നട്ട് കൊടുക്കാം. ആ സൈഡിൽ നമുക്ക് വള്ളിപ്പയർ നടാം. കുറച്ച് സ്ഥലം നമുക്ക് വിടണം. ഈ വേര് മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ഉള്ളി കണ്ടമാനം താഴത്തേക്ക് പോകരുതേ, ചീഞ്ഞു പോവും. അപ്പോൾ ആ വേര് മാത്രം മുറിഭാഗം മാത്രം ഒന്ന് മുട്ടിയിരുന്നാൽ മതി. പിന്നെ വളരുന്നതനുസരിച്ച് നമുക്ക് വളമിട്ട് കൊടുക്കാം. കണ്ടോ, ഉള്ളിനെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര അകലം വയ്ക്കാം. അധിക അകലത്തിൻ്റെ ആവശ്യമില്ല, കണ്ടമാനം ശിഖരമൊന്നും പൊട്ടണമല്ലല്ലോ. ഇങ്ങനെ പറിച്ച് നട്ടെങ്കിൽ നമുക്ക് നല്ല ഉള്ളി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഉള്ളിയായിട്ട് അങ്ങനെ നിൽക്കും. ഇതിൽ കാര്യമായിട്ടുള്ള ചെനപ്പുകൾ പൊട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ നിന്ന് ചിലപ്പോൾ പൂക്കാനും സാധ്യതയാണ്, പൂത്തു പോകാനേ. രണ്ട് നിരയായിട്ട് നട്ട് കൊടുക്കാം കേട്ടോ. നടുക്ക് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഭംഗിയായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും.
തോട് പോലെ ഉണ്ടാക്കിയിട്ടേ ജൈവവളമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നിരകൾ തമ്മിൽ ഇത്ര അകലം മതി കേട്ടോ. ഇത് തമ്മിൽ ഇത്ര അകലം മതി, ഒരുപാട് അകലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ നടുക്ക് ഭാഗത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 നിര നമ്മൾ ഏകദേശം നട്ട് തീർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു നിരയും കൂടെ അവിടെ വയ്ക്കാം, നടാം. അപ്പോൾ ഇനി ഇത് കുറച്ച് വളർച്ചയായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു വളർച്ചയ്ക്കുള്ള വളം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇടയ്ക്കൊരു സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചീര വാങ്ങണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ചീര നടണമെങ്കിൽ നട്ട് കൊടുക്കാം. ചീര പെട്ടെന്ന് പറിച്ചെടുക്കാമല്ലോ. ഇനി നമുക്ക് ഒരു നിരയും കൂടെ നടാം. അതിനുള്ള പുള്ളിയുണ്ട്. അപ്പുറം സൈഡിൽ പോകാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ കേട്ടോ. ഗ്രോ ബാഗിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഗ്രോ ബാഗിൽ ചെയ്യുക ഏറ്റവും നല്ലത്. നിലത്ത് തരണേക്കഴിഞ്ഞും ഏറ്റവും നല്ലത് ഗ്രോ ബാഗിൽ ചെയ്യുവാണ്. നല്ല വിളവ് കിട്ടും. ഇതിനിടയ്ക്ക് വള്ളിപ്പയറും കൂടെ നട്ടു കൊടുക്കാനുള്ള പ്ലാനുണ്ട്. ഏകദേശം ഉള്ളിയെല്ലാം ഞാൻ നട്ട് തീർത്തിട്ടുണ്ട്. 3 നിര നടാനുള്ള ഉള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നനച്ച് കൊടുക്കണ്ട. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം നനച്ച് കൊടുക്കാം. ഇപ്പം നനവില്ല, മഴ പെയ്യുന്ന ഉറപ്പുമില്ല കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് ചൂടിൽ കുത്തി, നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ചൂടിൽ കുത്തി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വെയിൽ കൊണ്ട് പഴുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിനിടയ്ക്ക് ഒരു 2-3 തൈ ചീര വിത്ത് ഇങ്ങോട്ട് ഇടാനുള്ള ഒരു പ്ലാനുണ്ട്. നല്ല വളർച്ചയായിരിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ അതിനുള്ള നൈട്രജൻ്റെ കൾച്ചർ വെച്ച് കഴിയുമ്പോൾ ചീരയും വളരും, നമ്മുടെ ഉള്ളിയും വളരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്യുവാണെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉള്ളി പറിച്ചെടുക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യാറുള്ളൊരു പരിപാടിയാണിത്. നല്ല രീതിയിൽ ചെയ്ത് കിട്ടുക. സവാളയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. സവാളയും പാകിയിട്ട് വിത്ത് പാകി 45 ഞാനത് പാകുമ്പോൾ കാണിച്ച് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.